എനിക്കാകെ ടെൻഷൻ ആകുന്നമ്മേ. കാതുകുത്താൻ കുണിക്കുമ്പോൾ സമ്മതിക്കോ ആവോ? അതിന് കുണിക്കുമ്പോൾക്ക് അറിയില്ലല്ലോ നമ്മൾ കാതുകുത്താൻ കൊണ്ടുപോകുവാണെന്ന്. അമ്മേ, നമുക്ക് തട്ടാൻ്റെ അടുത്ത് കുത്താൻ പോണോ? വല്ല ജ്വല്ലറിയിലും പോയാൽ പോരെ? അതിന് തട്ടാൻ്റെ അടുത്ത് അത്ര വലിയ വേദനയൊന്നും എടുക്കില്ല എൻ്റെ നീതുമോളെ. വേദനയൊക്കെ എടുക്കും. ഞാൻ യൂട്യൂബിൽ ഓരോ വീഡിയോ കണ്ടിട്ടുണ്ട്. നല്ല വേദന എടുക്കും. തട്ടാനെ സൂചി അങ്ങോട്ട് കുത്തി ഇറക്കുമല്ലേ, ഷൂട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് കഴിയും. നിങ്ങളുടെ രണ്ടുപേരുടെയും കാത് ഞാൻ തട്ടാനെ കൊണ്ടാണ് കുത്തിച്ചത്. എന്നിട്ട് പഴുക്കുകയോ ഒന്നും ചെയ്തില്ല. ആ ഒരു ചെറിയ ഉറുമ്പ് പിടിക്കുന്ന വേദന ഉണ്ടാകുള്ളൂ. ഷൂട്ട് ചെയ്താലേ ഇത് കഴിയുമ്പോൾ പഴുക്കുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. അതൊന്നും വേണ്ട. കുണിക്കും കുണുക്കനും ഇരട്ടകളല്ലേ, അപ്പം പിന്നെ രണ്ടുപേരുടെ കാതും കുത്താം. കുണുക്കൻ്റെ ഒറ്റക്കാത് കുത്താം. അങ്ങനെ കുത്താറില്ലേ അമ്മേ? അതൊന്നും വേണ്ട. ആൺപിള്ളേർക്കൊന്നും കാത് കുത്തണ്ട. നേരത്തെ ഒന്നും അങ്ങനെ ഇല്ലല്ലോ. ഒരുമാതിരി ഫാഷൻ കൊണ്ട് വന്നേക്കുന്നു. അയ്യോ അമ്മേ, അത് ഫാഷനൊന്നും അല്ലല്ലോ. ആൺപിള്ളേർക്ക് ഒരു കാതി കടുക്കനിടുന്നതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. എന്തായാലും അതൊന്നും വേണ്ട. കുണിക്കുമോളുടെ കാത് മാത്രം കുത്തിയാൽ മതി. ഇപ്പം വരാമെന്ന് പറഞ്ഞു പോയി അച്ഛൻ എന്താ അമ്മേ വരാത്തെ? ഇനിയിപ്പോൾ കുണിക്കും കുണുക്കനും എണീക്കണേ മുമ്പേ അവരെ കൊണ്ട് കാത് കുത്തുന്നതാണ് നല്ലത്. അച്ഛൻ ഈ ജംഗ്ഷനിൽ എത്തി മക്കളെ. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം തന്നെ എത്തും. ആഹാ, നിങ്ങൾ മൂന്നുപേരും വേഗം റെഡി ആയല്ലോ. കുട്ടികൾ എന്തേ? അവരുറങ്ങും അച്ഛാ. അച്ഛൻ വന്നിട്ട് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അച്ഛാ, നമുക്ക് ജ്വല്ലറി പോയാൽ പോരേ അച്ഛാ? അതൊന്നും വേണ്ട മക്കളെ. ജ്വല്ലറി പോയാൽ ഷൂട്ട് ചെയ്യുന്നതല്ലേ, അതൊന്നും വേണ്ട. നമ്മുടെ ഇവിടെ അടുത്തൊരു തട്ടാനുണ്ട്, അവിടെ പോയി ഒന്ന് കാത് കുത്തിയാൽ മതി. അതാണ് കൂടുതൽ നല്ലത്. അതല്ല, നിങ്ങളെല്ലാവരും വരുന്നുണ്ടോ? ഞങ്ങൾ കുണിക്കുമോളെ കൊണ്ടുപോയി കാത് കുത്തിക്കാം. നിങ്ങൾ ഇവിടെ ഇരുന്നാൽ പോരെ? കുണുക്കനെ നോക്കി ഇവിടെ ഇരുന്നോ. അതല്ലേ മക്കളെ നല്ലത്. എല്ലാവരും കൂടി പോണോ? അയ്യോ അച്ഛാ, ഞങ്ങളും വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ റീൽസ് എടുക്കണം. റീൽസോ? എന്ത് റീൽസ്? അതൊക്കെ ഉണ്ട് അച്ഛാ. അച്ഛൻ കണ്ടിട്ടില്ലേ? അച്ഛൻ്റെ മടി ഇരുത്തി കുണിക്കുമോളുടെ കാത് കുത്തണം. അന്നേരം അത് ഷൂട്ട് ചെയ്യണം. എന്നിട്ട് മറ്റേ പാട്ടിടണം. പാട്ടോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അതെ അച്ഛൻ. അച്ഛൻ ഇൻസ്റ്റാഗ്രാം ഒന്നും കാണാത്തോണ്ടാ. കാതൊന്ന് കുത്തിയിട്ട് മാണിക്കക്കല്ലിന്റെ കമ്മലിട നേരം ഹൊയ് ഹൊയ് തെങ്ങരെടുത്തിട്ട് തോളത്തെടുത്തിട്ട് പാട്ടും പാടിയില്ലേ. ബെസ്റ്റ്. അപ്പൊ ഇതിനാണല്ലേ രണ്ടുപേരും കൂടി വരുന്നേ. നിങ്ങളെ കുണുക്കനെ നോക്കി ഇവിടെ ഇരുന്നാൽ മതി. ഞങ്ങൾ പോയിട്ട് വേഗം കുണിക്കുമോളുടെ കാത് കുത്തിച്ചോണ്ട് ഇങ്ങോട്ട് വരാം. അയ്യോ അച്ഛാ, പ്ലീസ്, ഞങ്ങൾക്കും വരണം. ഇവർ രണ്ടുപേരും എത്ര നേരമായിട്ട് റെഡി ആയിരിക്കും. അവരും വരട്ടെ. അവരുടെ അനിയന്റെ അല്ലേ? എന്നാ വന്നോ. ഈ റീൽസും കോൾസും ഒന്നും എടുക്കാൻ നിൽക്കണ്ട. വേഗം വന്ന് കാറിൽ കയറി. വേഗം കുട്ടികളെ വിളിച്ച് എണീപ്പിക്കേ. കുണിക്കുമോള് സുന്ദരിയാകാൻ പോവുകയാണോ? കാതുകുത്തി സുന്ദരിയാകാൻ പോവുകയാണോ? നല്ല ചിരിയാണല്ലോ. കാതൊക്കെ കുത്തി കഴിയുമ്പോഴേ ചേച്ചിമാരുടെ ജിമിക്ക ഇടാൻ തരാട്ടോ. എല്ലാരും ഉണ്ടല്ലോ മോളെ സുന്ദരിയാക്കാൻ. അപ്പൊ നമുക്ക് കാത് കുത്താം. മോളെ നല്ലോണം ചേർത്ത് പിടിക്കണം കേട്ടോ. തല വെട്ടിക്കാൻ സാധ്യതയുണ്ട്. അത് സാരിയില്ല. നല്ലോണം ചേർത്ത് പിടിക്കണം. എന്നോട്ടും ബലം പ്രയോഗിക്കാൻ വേണ്ട. ദൈവമേ, എന്റെ കുണിക്കുമോള്. എടി നീതുമോളെ വീഡിയോ പിടിക്കേ. ചേച്ചി, എനിക്ക് ടെൻഷൻ ആവുന്നു. സുന്ദരി, കാത് നോക്കട്ടെ. ഇല്ല 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 ഇല്ല, കരയില്ലേ. കഴിഞ്ഞു. കരയില്ലേ. കുട്ടീനെ വേഗം തിരിച്ചിരുത്തു. അയ്യോ, നല്ല കരച്ചിലാണല്ലോ. കുറച്ചു നേരം കഴിയട്ടെ. അത് വേണ്ട. ഈ ഒരു കരച്ചിലിൽ തന്നെ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ കരച്ചിൽ കൂടുതലേ ഉള്ളൂ. മോളെ, ഇതാ കഴിഞ്ഞു. കഴിഞ്ഞല്ലോ. സുന്ദരി കുട്ടിയായല്ലോ. കരച്ചിൽ നിർത്ത്. പോട്ടെ. അച്ഛന്റെ പൊന്നു കരയാതെ. പാവം നല്ലോണം വേദനിച്ചെന്നാ തോന്നുന്നേ.